എടുത്തു പറയേണ്ടത് 443 വനിതകൾ മാത്രമാണ് മത്സര രംഗത്തുള്ളത് എന്നതാണ്. കാരണം 5.7 കോടി വോട്ടർമാരിൽ 2.93 കോടി വോട്ടർമാരും വനിതകളാണ് എന്നിരിക്കെയാണ് ഈ വനിതാ സംവരണ ബില്ലടക്കം ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ആ വിഷയത്തിലടക്കം DMK പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി സ്വീകരിച്ച നിലപാട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തത്. പ്രത്യേകിച്ച് നമുക്കറിയാം, വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട പശ്ചാത്തലത്തിലും മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുവാനുള്ള എതിരെയുമൊക്കെ വലിയ പ്രതിഷേധമാണ് DMK ഉയർത്തിയത്. കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു പാർലമെന്റിൽ DMKയുടെ MPമാർ എത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 75,000-ലധികം ബൂത്തുകൾ ആണ് ക്രമീകരിച്ചിട്ടുള്ളത്. 75,064 ബൂത്തുകളിൽ 5,949 ബൂത്തുകൾ പ്രശ്നബാധിതം എന്നതാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ. എന്തായാലും 300 കമ്പനി കേന്ദ്രസേനയെയും അതോടൊപ്പം തന്നെ 1.2 ലക്ഷം തമിഴ് പോലീസ് ഉദ്യോഗസ്ഥരുമാണ് സുരക്ഷാ കാര്യങ്ങൾക്കായി വിന്യസിച്ചിട്ടുള്ളത്. ഇങ്ങനെ തമിഴ്നാട്ടിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വലിയ ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. തമിഴക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പതിറ്റാണ്ടുകളായി അവിടെ DMK സഖ്യവും അതോടൊപ്പം തന്നെ AADMK സഖ്യവും നേർക്കുനേർ പോരാടുന്ന ഒരു രാഷ്ട്രീയ ഇന്നലകൾ ആണ് ഉള്ളത്. അവിടെയാണ് TVKയുടെ ഉദയം. അതായത് സൂപ്പർ താരം വിജയുടെ നേതൃത്വത്തിലുള്ള TVK ഈ തവണ മത്സരരംഗത്തേക്ക് വരുന്നു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതുമാത്രവുമല്ല, TVKയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഉൾപ്പെടെ 10,000-കണക്കിന് ആളുകൾ ആണ് പങ്കെടുത്തിരുന്നത് എന്നതാണ്. ഒപ്പം ചില സർവേകളിൽ എങ്കിലും TVKയ്ക്ക് വലിയൊരു ശതമാനം വോട്ട് വിഹിതം നേടാൻ സാധിക്കും, ഒരു പുതിയ പാർട്ടി എന്നതിൻ്റെ ഭാരാരിഷ്ടതകൾക്ക് അപ്പുറത്തേക്ക് TVKയ്ക്ക് പോകാൻ സാധിക്കും എന്ന വിലയിരുത്തലുണ്ട്. 234 സീറ്റുകളിലും TVK ഇത്തവണ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.